إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم. بلغ الرسالة وأدى الأمانة ونصح الأمة. أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. يا ബഹുമാനമുള്ള സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണമായി സ്വീകരിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ പരലോകത്തെ വിജയം കൈവരിക്കുന്ന എല്ലാ വിശ്വാസികളാക്കി ഞാൻ പരിശ്രമിക്കണേ എന്ന് ശബ്ദത്തെ മറക്കാതെ നിങ്ങളോട് ഓർമ്മിക്കുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്തെ സ്വർഗ്ഗീയ ആരാമത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കാര്യവും അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വ്യാകുലതകളും സജീവമായ ജാഗ്രതയും ഉണ്ടാവാറുണ്ട്. ഒരു യാത്രക്ക് ഒരുങ്ങിയാൽ അതിന്റെ അവസാനം വരെ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ടാകുന്ന വ്യാകുലതകൾ അല്ലെങ്കിൽ ചില പ്രതീക്ഷകളും ജാഗ്രത. ഒരു ഓപ്പറേഷൻ എടുക്കുന്ന സമയം ഉണ്ടാകുന്ന വ്യാകുലതയും അതേപോലെ ജാഗ്രതയും. പ്രസവത്തോടെടുക്കുന്ന സമയം ഇങ്ങനെ ഒരുപാട് ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. അവളുകളൊക്കെ നല്ല നിലയിൽ അവസാനിച്ചാൽ വലിയ സമാധാനവും ആശ്വാസവും സന്തോഷവും ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. രണ്ടേ വിഭാഗം ആളുകൾ നമുക്കിടെ ഉണ്ടാവാം. നന്മയുടെ പുണ്യങ്ങളുടെ സുവർണാവസരം നഷ്ടപ്പെടുന്നത് ദുഃഖിക്കുന്ന ആളുകൾ, അഥവാ പരമാവധി റമദാൻ ഉപയോഗപ്പെടുത്തിയവർ. അതാണ് ഒന്നാമത്തെ വിഭാഗം. റമദാൻ എന്ന വെട്ടിക്കുടുക്ക് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നവർ, അഥവാ റമദാനെ വേണ്ടത്ര പരിഗണിക്കാത്ത ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലതുകൊണ്ടും പ്രാധാന്യമുള്ള ദിവസമാണ്. അഫ്ദൽ ജാമിക്കും യൗമുൽ ജുമുഅ. ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. റമദാന്റെ വെള്ളിയാഴ്ചയാണ്. 3 അവസാനം 10 വെള്ളിയാഴ്ചയാണ്. 4 റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച. ഇനി നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് റമദാൻ ലഭിക്കൂല.
അതിന് നമ്മൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം ഏറെ നന്ദി കാണിക്കുന്നവരാണ്. കാരണം നാം ഇതിലെല്ലാം സാക്ഷികളാണ്. നമ്മളാരും മരണപ്പെട്ടിട്ടില്ല. നമ്മിൽ നിന്ന് ആദ്യ പത്രത്തിൽ ഒഴിഞ്ഞുപോയ ആളുകളുണ്ടാവാം, രണ്ടാമത്തെ പത്രത്തിൽ ഒഴിഞ്ഞുപോയുണ്ടാവാം, മൂന്നാമത്തെ പത്രത്തിൽ പ്രവേശിച്ച് വേർപിന്നവരുണ്ടാവാം, റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരും ഉണ്ടാവും. അല്ലാഹുവിനെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാണ്. രണ്ടാമത്തത്, നാം രോഗബാധിതരായിട്ടില്ല. പലരും നിത്യരോഗികളായി നോമ്പ് എടുക്കാൻ പോലും പ്രയാസപ്പെടുന്നതായി മാറി. അല്ലാഹുവിനെല്ലാം പൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്ദി കാണിക്കുകയാണെങ്കിൽ ആയുസ് കിട്ടിയല്ലോ. 25ാമത്തെ നോമ്പിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പകലാണ് നമ്മളോട്. ഞാൻ ആലോചിച്ചു പോയി, വിശുദ്ധ റമദാനിന്റെ വെള്ളിയാഴ്ചയിൽ പോലും ആ വിപ്ലവങ്ങളിപ്പോ സത്യത്തിന്റെ സലാം പോലും കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത പോയ ആൾക്കാരുണ്ട്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പതിമാണ്. പക്ഷെ ഞാൻ ആലോചിച്ചു പോയതല്ല, ഈ റമദാനിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പകലിന്റെ ഒരു മണിക്കൂറെങ്കിലും എഴുതിക്കാപ്പിരിക്കാൻ സാധിക്കാതെ പോയെങ്കിൽ, അതുകൊണ്ട് വെള്ളിയാഴ്ച ഇങ്ങനത്തെ രാവിലെ ഇരിക്കാൻ, നേരത്തെ നല്ല ദിവസത്തിൽ ഇരിക്കാൻ, പ്രതീക്ഷിക്കാൻ നേരത്തെ ആളുകളുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് നന്മകളിലേക്ക് മുൻകടക്കാൻ എന്തോ ചില ഇഷ്ടം, ചില പ്രയാസം. ഞാൻ വന്ന് കയറുമ്പോൾ പോലും ഏകദേശം 10ഓ 12ഓ ആളുകളാണ് നേരത്തെ വന്നിട്ട് പോലും നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമുക്ക് വലിയ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഏറ്റി വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദി കാണിക്കുന്നത് റബ്ബിന്റെ ശിക്ഷ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, പിടുത്തമില്ലാത്തത്. അതുകൊണ്ട് വിശ്വാസികൾ നമ്മൾ ആലോചിക്കണം. നമുക്ക് ആയുസ് ലഭിച്ചിട്ട്, ഇങ്ങനത്തെ പദവികൾ ലഭിച്ചിട്ട്, ഇത്രയും നീണ്ട ദിവസങ്ങൾ ലഭിച്ചിട്ട്, ആ റബ്ബിലേക്കൊന്ന് ആകുലതയോടും വ്യാകുലതയോടും പ്രതീക്ഷയോടെയും ജാഗ്രതയോടെയും നിരാശയുടെ മനസ്സുമായിക്കൊണ്ട് പ്രതീക്ഷയോടൊക്കെ കടന്നു വരാൻ ഇനിയും മാറിയിരിക്കുകയാണ്. വിശ്വാസികളെ ഭയപ്പെടേണ്ടതില്ല. ഏതാനും ദിവസം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാൽ, അത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ സുരക്ഷിതത്വം നമുക്ക് ഉണ്ടാകും. ആ റബ്ബിലേക്ക് നന്ദി കാണിച്ചുകൊണ്ട് മടങ്ങി വരാനുള്ള തൗഫീഖ് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, കൈവിട്ടു പോകുന്ന റമദാനോട് നീതി പുലർത്തിയോ എന്ന് ചിന്തിക്കണം. പ്രധാനമായും 3 വിഭാഗം ആളുണ്ട്. അതാരൊക്കെയാണ്? ഒന്ന്, നന്നായി ശ്രദ്ധിച്ചവരാണ്. നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെയാണ്. അവരോട് പറയാനുള്ളത്, സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. കാരണം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവാദം വളർത്തിയിട്ട് പോലും പ്രാർത്ഥിച്ചത് ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, റബ്ബിനോട് തേറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ ഒരു പോയത്തെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. നമ്മളൊക്കെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ദ്വാ ചെയ്യാതെ പറഞ്ഞു. എങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ദ്വാ ചെയ്യാതെ? 2 രൂപത്തിലാണ്. ഒന്ന് ഇങ്ങനെ, മറ്റൊന്ന് ഇങ്ങനെ. ഈ 2 രൂപത്തിലാണ്. ഒന്നിങ്ങനെ, മറ്റൊന്ന് ഇങ്ങനെ. എന്തെങ്കിലും തരും അല്ലേ? ഒരു പാവപ്പെട്ട നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ഇങ്ങനെ കൈ പിടിക്കാറില്ല, അങ്ങനെ ചോദിക്കും അല്ലേ? യാചിക്കാൻ, തന്റെ റബ്ബിനോട് യാചിക്കുക. എങ്ങനെ യാചിക്കുന്നത്? ഇങ്ങനെ പിടിച്ചു ചോദിക്കേണ്ടത്. അങ്ങനെ കൈ 2 കൈ മടി വെച്ചുകൊണ്ടല്ല നമ്മൾ വേർക്കണത്. ചോദിക്കേണ്ടത് ഇങ്ങനെ 2 കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് മടി വെച്ച് വേർക്കുന്നത് പ്രവാചകന്റെ സുന്നത്തിലങ്ങനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വിശ്വാസം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ചോദിക്കണോ, റബ്ബിനോട് ചോദിക്കാനോ? 2 കൈ ഉയർത്തി പോലെ ആ റബ്ബ് തരുന്നു. ആ കൈയിലേക്ക് തരാത്ത ഒന്നുമില്ല. ആവശ്യമുണ്ടോ? ആവശ്യക്കാരനാണോ? അത് പാപം ചെയ്തു പോയവനാണോ? നന്മ മുന്നേറിയവനാണോ? ചോദിക്കുക റബ്ബിനോട്. അത് ഇങ്ങനെയായിരിക്കും. അതിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് 2 രൂപത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ കൈ കാണിച്ച രൂപം ഇങ്ങനെ
ഒരിക്കലും മടിയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അത് മടിയന്മാരും അലസന്മാർക്കുള്ള രീതിയാണ് മനസ്സിലാക്കിയ മതി. അങ്ങനെ ദിവസം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം, നന്നായി ശ്രദ്ധിച്ചവരാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ അത് എങ്ങനെ മരണം വരെ നിലനിർത്തണം, മരണം വരെ നിലനിർത്തണം. ദൃഢബോധ്യം, മരണം അത് യഖീനാണ്, ഉറപ്പാണ്. അത് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഒരിക്കലും കഞ്ഞൽ ഉണ്ടാവാൻ പാടില്ല, അത്ഭുതങ്ങളും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് വിനയത്തിന്റെ സ്വരം, വിനയാന്വിതനായിക്കൊണ്ട് തന്റെ റബ്ബിലേക്ക് കൈവലർത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ വിഭാഗം എല്ലാം ചെയ്യുന്നത് പക്ഷേ പൂർണ്ണമല്ല. നോമ്പ് നോറ്റു, പകൽ നോമ്പാണ്, പക്ഷേ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ആള് വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞാലോ തിന്മകളെ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? സ്മോക്കിംഗ് ആണ്. ആ നോമ്പ് പോയില്ലേ കാര്യം, ആ നോമ്പിന്റെ ഗുണം പോയില്ലേ, അത് നഷ്ടപ്പെട്ടില്ല. വിശ്വാസികളെ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുക, നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, ചതിയും വഞ്ചനയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നാവ് കൊണ്ട് പച്ചയായി മറ്റുള്ളവന് ഏശയും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക, പോയില്ല നോമ്പിന്റെ കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ വൈകുന്നേരം വരെ നോമ്പ് നോറ്റു, പക്ഷേ നോമ്പ് നോറ്റ് സ്കാരം കഴിഞ്ഞ് അപ്പുറത്ത് പോയി ആരും കാണാതെ സ്മോക്കിംഗ് ആണ്, ഫോണിൽ ഇരുന്നുകൊണ്ട് അശ്ലീലതാണ്. ആ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് നാം തിരിച്ചറിയണം. ഖുർആൻ ഓതി തുടങ്ങിയത് പൂർത്തിയാക്കാൻ കഴിയുമോ? അവർക്ക് ഇല്ല സഹോദരങ്ങളെ. ഒറ്റയിട്ട് രാവിലെ ബഹുമാനിക്കാൻ സാധിച്ചുവോ? ഇല്ല എന്നത് ഇന്നലെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറച്ച് ആളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് എല്ലാവർക്കും ഒന്നും കിട്ടൂല. അള്ള കൊടുക്കണം, ആ മനസ്സ് അള്ള കൊടുക്കണം ഒരു മനസ്സിലേക്കത് അവർക്ക് അത് കിട്ടുള്ളൂ. വിശ്വാസികളെ അത് കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. തറാവി നമസ്കാരം ശ്രദ്ധിച്ചുവോ? എപ്പോഴെങ്കിലും കയറി വന്ന് ഏതൊക്കെ പ്രകേത്ത കിട്ടി അത് മാത്രം കൊണ്ട് സമാധാനിച്ചുവോ? നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗരവമായി കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഭാഗം റമദാനെ ഒട്ടും പരിഗണിക്കാത്തവരാ, നോമ്പ് നോക്കാത്തവർ, തറാവീഹ് പങ്കെടുക്കാത്തവർ, അശ്ലീലത ആസ്വദിച്ചവർ, ഖുർആൻ കൈയെടുക്കാത്തവർ, ജമാഅത്തുകളെ ഗൗനിക്കാത്തവർ, ഇങ്ങനെ സദഖയും അതുമായി ബന്ധപ്പെട്ട മേഖലകളെയും ഗൗനിക്കാത്ത ആളുകളാണ് അവർ. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നാളെ പരലോകത്തിൽ ഒരു വിഭാഗത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നിനകത്തുകളിൽ ചങ്ങലബന്ധിതരായ ചെറിയ ആളുകളെ പ്രവാചകൻ കാണിക്കപ്പെട്ടു. അവരുടെ ചുണ്ടുകളെ മുറിക്കപ്പെട്ട് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടതാ. രണ്ട് പേര് വന്ന് മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കാൻ എന്താണ് എന്തറിയോ? ഈ ഒരു ശബ്ദം കേട്ടു, എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്ന വിഷയം പറയാമേ. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നരകക്കാരുടെ അട്ടഹാസം, നരകക്കാരുടെ ഞെരുക്ക മൂളൽ, ഭയങ്കരമായ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ആരാണവർ? മനഹാഉലാഹി, ആരാണവർ? ഖാല അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സൗബിഹിം. അതെന്താ? നോമ്പ് പൂർത്തിയാവുന്നത് സമയമാകുന്നതിന് മുമ്പേ നോമ്പ് മുറിച്ചവരാണവർ. നോമ്പ് മുറിച്ചവരാണവർ, സമയമാകുന്നതിന് നോമ്പ് മുറിച്ചവരാണവർ എന്ന് പറഞ്ഞാൽ ആ നോമ്പിൽ അല്ലമാത്തവരും പരിഗണന കൊടുക്കാത്തവർ. സഹോദരങ്ങളെ, അങ്ങനത്തെ അവസ്ഥയാണ് ഇവർക്കുള്ളതെങ്കിൽ അകാരണമായി നോമ്പ് ഒഴിവാക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സമയത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു നോമ്പാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, കുറവ് നികത്തണം ഇനിയുള്ള നാളുകളിൽ. അതെ, ഖുർആന്റെ പാരായണം അത് ശക്തമായിട്ട് പോകണം. അത് ഓരോ അക്ഷരത്തിന് കൂടി നമുക്ക് അറിയാമോ? അത് വിശുദ്ധ റമദാനാവുമ്പോൾ കിട്ടാവുന്ന കൂടി ഇരട്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണം അത് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ഒരു ഖത്തം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ സാധിക്കും, ഇരുന്നാൽ കഴിയാത്തതൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചിരിക്കാൻ പോലെ സമയം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കുറഞ്ഞ സമയം പോലും വിശുദ്ധ ഖുർആൻ നമ്മൾ ഇരിക്കുന്നില്ലായെങ്കിൽ ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾ ഇനി തുടർന്നുകൊണ്ടേയിരിക്കുക, തൗബയും ഇസ്തിഗ്ഫാറും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മുത്തഖികൾക്ക് ഒരുക്കിയതാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിലേക്ക്, പാവമോചനത്തിലേക്ക് നിങ്ങൾ കൃതി കാണിക്കും. മറ്റൊരുത്തൻ സാധിക്കണം അല്ലെ? അതുകൊണ്ട് ആവർത്തിക്കുന്നതില്ലല്ലോ. വിവാദമാണ് കേട്ട ആയത്താണ്. എന്താണ്? ആകാശം ഭൂമി വിശാലമായി കിടക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂ, കൃതി കാണിക്കുന്ന പറഞ്ഞത്. ദുനിയാവിന്റെ ഓഫറിന്റെ പിന്നാലെ ഓടാൻ ഇഷ്ടംപോലെ സമയവും സന്ദർഭവും അതേപോലെ തന്നെ ഒക്കെ നോക്കി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാനിന്റെ ഓഫറുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഓടിയെടുക്കാൻ ഓടിയെടുക്കൂ എന്ന് കൂടെ പഠിപ്പിച്ചത്. അതിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. അതേപോലെ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം, അവിടെ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധ വെക്കണം. ജമാഅത്ത് നമസ്കാരങ്ങള് കൃത്യമായ ചിട്ടയും പ്ലാൻ നമുക്ക് ഉണ്ടാവണം.
അതേപോലെ തന്നെ നാലാമത്തെ വിഷയം, സ്വർഗപാതയിൽ നടക്കരുത് നമ്മൾ. സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് തിരിഞ്ഞടക്കരുത് നമ്മൾ. കാരണം സ്വർഗപ്രവേശനം സാധ്യമാകുന്ന അനവധി കർമ്മങ്ങളുടെ സംഗമ കേന്ദ്രമായിരുന്നു ഈ വിശുദ്ധ റമദാൻ. തഖ്വ ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ആയത്ത് ബഹുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാന തഖ്വയാണ്. വിശാലമായ തഖ്വയുടെ വിശാലമായ പല വശങ്ങളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടുത്തെ ക്ലാസ് നല്ല എന്താ പറയാ, ആ തഖ്വന്റെ പല വശങ്ങളെയും എടുത്ത് ഭാഗങ്ങളെയും എടുത്തുകൊണ്ട് സൂചിപ്പിച്ച അതൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എത്ര ആൾക്കാർക്ക് കേൾക്കാൻ കഴിഞ്ഞു സാധിച്ചു? ഇത്രയും ശ്രദ്ധ ഉണ്ടായിട്ടില്ല വിശ്വാസികളെ. അതാണ് നോമ്പിലൂടെ നമുക്ക് എൽമിയായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കാൻ ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കളഞ്ഞു കിട്ടി വീട് കിട്ടിയിട്ട് അതിനെ കളഞ്ഞു കുളിച്ചവരെ നമ്മൾ മാറിയെങ്കിൽ, തഖ്വയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നുവെങ്കിൽ, ആ യഥാർത്ഥ വശങ്ങളുടെ ഭാഗങ്ങളെ നാം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇതാവുമായിരുന്നില്ല, ഇങ്ങനെയാകുമായിരുന്നില്ല. ഒന്നുകൂടി നമ്മൾ സ്ഥലം എഴുന്നേൽക്കും. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക, തഖ്വ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറമൂടിലേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു, നെഞ്ചിലേക്കാ ചൂണ്ടി. ഇവിടെയാണ് തഖ്വ. നമ്മുടെ വേഷവിധാനങ്ങളല്ല, നാം കാണിച്ച മുടിയുടെ കോപ്രായങ്ങളിലേക്കല്ല. അതെ, പകുതി ചിരണ്ടി വരണ്ടി എലികാസമാരിയാക്കി നടുവിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ, നാലുപാട് പെട്ടി, അതിന്റെ നടുവിൽ ചട്ടി, ഇബിലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടിക്കുന്ന പണ്ട് നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ് പാടി പിന്നെ നടന്നിരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കള് യുവ തലമുറയൊക്കെ മുടിയൊക്കെ എത്രമാത്രം മോശം ഉപദ്രവത്തിലേക്കാണ്. അല്ലെ, തന്റെ മുടി ആദരിച്ചു കൊള്ളട്ടെ. ആര് അള്ളാഹു വിശ്വാസമുണ്ടോ, ആ പ്രവാചക വിശ്വാസമുണ്ടോ, ഭഗവത് വിശ്വാസമുണ്ടോ, അവർ മുടി ആദരിച്ചു കൊള്ളട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ കോലക്കട്ട മുടി വെട്ടുന്നവനെ വിവരിച്ച കാര്യമാണ്. വിരോധിച്ചതിന് വല്ലാതെ കൊള്ളുന്ന വെമ്പൽ കൊള്ളുന്നതായി മാറി നമ്മൾ. ആ പ്രവാചകനോടുള്ള അതിശക്തമായ ലംഘനമാണ് നമ്മൾ കാണിച്ചത്. ഇത്തിബാഉ റസൂലിനെ ലംഘിച്ചു നമ്മൾ. അതുകൊണ്ട് ആ പ്രവാചകന്റെ അനുയായികളാണെന്ന് പറയാൻ നമുക്ക് അവകാശം കിട്ടുമോ എന്നത് ഈ വിശുദ്ധ റമദാനിലൂടെ പരിശോധിക്കാം. മുടി വെട്ടുമ്പോൾ 4 ദിവസം നല്ല തിരക്കേക്കും ബാർബർ ഷോപ്പിൽ ചോദിച്ച പറയും, അതാ ചെന്നായി അങ്ങനെ വെട്ടിത്തരണം, വേണ്ടാതെ പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിത്തരണം. ആരാന്റെ കൂടിയല്ല, അവനാന്റെ തല കൂടിയാണ്. അതെങ്ങനെ വെട്ടാൻ തീരുമാനിക്കുന്നത്? ഞാൻ എന്താ വെട്ടില്ല, ആ ബാർബർ ഷോപ്പ് വ്യക്തിയല്ല, ഉടമയല്ല, ഞാൻ എന്ന വ്യക്തി, നമ്മളാകുന്ന വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് സാധിക്കുന്നത് ഇതവരെ മനുഷ്യൻ പറയാൻ പറ്റും. ഓരോരുത്തരുടെ അതുകൊണ്ട് വിശ്വാസികള് നമ്മുടെ മക്കളുടെ മുടി വെട്ടുമ്പോഴും നമ്മൾക്ക് വെട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം. അത് വളരെ ഗൗരവമുള്ള കാര്യമായി കാണുക. തഖ്വ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച മുടിയല്ല, നമ്മൾ വേഷവിധാനങ്ങളില്ല, ഏതെങ്കിലും വേഷങ്ങളിലല്ല, ആണ് പെണ്ണിന്റെ വേഷവും ആ പെണ്ണാണിന്റെ വേഷം കെട്ടി നടക്കുന്ന കോലത്തിലല്ല. അതുകൊണ്ട് അത് അവസാനത്തേക്ക് നാം വരാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, നെഞ്ചിലേക്കാണ്. അതുകൊണ്ട് തഖ്വ ഇവിടെയാണ്. സുഖം ചെയ്ത് വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. ക്ഷമ ഇതൊക്കെ ഈ റമദാനിലൂടെ നേടിയെടുക്കേണ്ടതായ ഒരു വലിയ വമ്പിച്ച ഒരു വല്ലാത്തൊരു ഭാരമാണ് വിശ്വാസികളെ. അതാണ് വിശുദ്ധ പഠിപ്പിച്ചത്. സ്വർഗത്തിലേക്ക് കൂട്ടമായി അത് വിശ്വാസികളെ നയിക്കുന്ന സന്ദർഭം. ആ സുഖത്തിന്റെ കവാടത്തിനടത്തി അവർ സുഖം തുറന്നു കൊടുക്കുന്ന പോലെ ആ സുഖത്തിന്റെ പാറാവിഭാഗങ്ങൾ പറയാണ്, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും നിങ്ങള് സുരക്ഷിതരായി നിത്യവാസികളായി അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും അനുഗ്രഹവും നേടിയവരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളു എന്ന് പറയണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ തഖ്വ നേടിയെടുക്കണം. ആ തഖ്വ നേടിയെടുക്കാനുള്ള ഏറ്റവും ധന്യമായ ഒരു മാസത്തിലൂടെയും സന്ദർഭത്തിലൂടെയും നിമിഷങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നുപോകുന്നത് എന്ന ഗൗരവമായ ചിന്ത. ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമൻ ശറഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും. ക്ഷമിച്ച ആളുകൾക്ക് ആരൊക്കെയാണ് ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. പ്രവേശിക്കും. ആരൊക്കെയുണ്ട്? മിൻ ആബാഇഹിം, മാതാപിതാക്കളുണ്ട്, വഅസ്വാജിഹിം, ഭാര്യമാരുണ്ട്, വദുർരിയാതിഹിം, മക്കളുണ്ട്, വൽമലായികത്തു, മലക്കുകൾ യദ്ഖുലൂന അലൈഹിം, അവരുടെ പ്രവേശിക്കും. എല്ലാ സ്വർഗത്തിൽ എല്ലാ വാളിലൂടെ എന്ന് പറയുന്നത് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. എന്താ കാരണം? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താണ്. ക്ഷമ എന്നുള്ളത് നേരിടേണ്ട കുറച്ച് പണിയാണ്, കുറച്ച് പ്രയാസമുണ്ട്. അവർക്ക് പണിയാണ് ഉൾപ്പെടുത്താറ്. ഏറ്റവും നല്ല പര്യവസാനത്തിന്റെ ഭവൻ സ്വർഗം
അവിടെയാണ് അവർക്കുള്ളതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുക. ക്ഷമയുടെ അതേപോലെ എന്താ പറയുക, ഇസ്തിഗ്ഫാറിന്റെ, തൗബയുടെ, വിശുദ്ധ ഖുർആനിന്റെ, സദഖയുടെ, ഇങ്ങനെ തുടങ്ങി ഖുർആന്റെ എല്ലാ മേഖലകളിലും കടന്നുപോയാൽ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇവയെല്ലാം നോമ്പുകാലത്ത് മാത്രം നിർവഹിക്കാനുള്ളതല്ല, നോമ്പിന്റെ മാത്രമായി ചെയ്യാനൊന്നുമില്ല. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ജീവിതകാലം കൊണ്ട് നിർവഹിക്കാനുള്ള അമലുകളാണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ വിഷയം, റമദാൻ ചിട്ടപ്പെടുത്തി നന്മകൾ നിലകൊള്ളാനും തിന്മകളിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുമുള്ള ജാഗ്രത പാലിക്കുക. റമദാനിൽ നന്മയിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അത് നീങ്ങുകയാണ്, ഇല്ലാതാവുകയാണ്. നന്മയിൽ മുന്നേറാനും തിന്മയിൽ വിട്ടുനിൽക്കാനും നാം നേടിയത് ആ കരുത്തുണ്ടല്ലോ, അത് നമ്മൾ നിലനിർത്തണം. ആർക്കാണ് നിലനിർത്താൻ കഴിയുക? ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്രികൂൻ, തന്റെ റബ്ബിനെ ഭയപ്പെട്ടവർക്ക്. വല്ലദീന ഹും ബി ആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ കൃത്യമായി വിശ്വസിച്ചവർക്ക്. വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, തന്റെ റബ്ബിൽ ഒരിക്കലും ഒന്നിനെയും പങ്കു ചേർക്കാത്തവർക്ക് അവർക്കേ നിലനിർത്താൻ കഴിയുള്ളൂ, അവർക്കേ നിലനിർത്താൻ കഴിയുള്ളൂ. വല്ലദീന യുഅ്മിനൂന മാ ഖുലുബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണല്ലോ എന്ന ഹൃദയം പൊട്ടിയുള്ള, ഹൃദയത്തിന്റെ പിടകള പുറത്തുള്ള, അവന്റെ മനസ്സിലുള്ള കുറച്ചുകൊണ്ടുള്ള ഒരു വല്ലാത്ത രംഗമുണ്ട്. കൊടുക്കുന്ന വേളയിൽ, കൊടുക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ പടക്കുകയാണ്. ഇതാരെങ്കിലും കാണുന്നുണ്ടോ, റിയായി കടന്നു വരുന്നുണ്ടോ, അവൻ ഭയപ്പെടുകയാണ്. അതെ, അവർക്ക് കഴിയുള്ളൂ. അവരാണ് നമ്മൾ മുൻകടക്കുന്നവർ, അവരാണ് മുൻകടന്നു വരുന്ന ആളുകൾ. വിശ്വാസികൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സുരക്ഷിതത്വം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ സാധിച്ചു പോകണമെന്നില്ല. എന്ത്? റബ്ബിനെ കുറിച്ചുള്ള ഭയം, അവന് കിട്ടാനുള്ള വിശ്വാസം, അതേ ആളുടെ ഒരാളെ പങ്കു നിൽക്കാത്ത വിശ്വാസം, അതേ നമുക്ക് അല്ലാഹു തന്ന എന്തെന്നുണ്ടോ അത് കൊടുക്കുമ്പോഴുള്ള ഭയമുണ്ടല്ലോ. അതാ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഉമ്മയും കുട്ടിയും വന്നിട്ട് ചോദിച്ചു, യാ ഉമർ ഖൈറു സീദൽ ജന്ന ഉഖ്സുബു യാതീമ ഉമ്മഹുന്ന അഖസബ്തു ബില്ലാഹി ലതഫാലന യൗമാ യഖൂൽ അബിയാഹുന്ന ഇമ്മാ ഇലാ നാരി വ ഇമ്മാ ജന്ന. യാ ഉമർ ഖൈറു സീദൽ ജന്ന, സ്വർഗ്ഗമുണ്ടിയിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമറേ, ഉഖ്സുബു യാതീമ ഉമ്മഹുന്ന, ഈ മാതാപിതാക്കൾക്കുണ്ടല്ലോ, കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഉഖ്സു ധരിപ്പിക്കണം, വസ്ത്രം തരണം ആവശ്യപ്പെട്ട്. എന്താ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് തന്നില്ലെങ്കിലോ, ഞാൻ അങ്ങനെ പോകും പോയാലെന്താ? അപ്പോഴാണ് കവിത പാടിയത്. അപ്പോഴാണ് ഇവർ പാടിയത്, ഉമറെ, നാളെ പരലോകത്ത് എന്നെയും താങ്കളെയും വിദ്യാർത്ഥികൾക്കും ആ സമയത്ത് ഇങ്ങനെ ആളുകൾ താങ്കളൊക്കെ വളരെ ചോദ്യം ചെയ്യും. അപ്പോൾ താങ്കൾ എന്നെ പറഞ്ഞു, അത് പ്രയാസപ്പെടുത്തി കഥനാവിൽ പോയിക്കൊണ്ട് അവർക്ക് ആവശ്യമായ വസ്ത്രം എടുത്തു കൊടുക്കുന്ന ചരിത്രം പഠിപ്പിക്കുന്നത് വിശ്വാസികളെ. അതാണ് ഭയം, അതാണ് പേടി. തന്റെ കീഴിലുള്ള ആളുകൾക്ക് വേണ്ട എന്തൊക്കെ വേണോ അതെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കാം. അവരെ സ്റ്റേജിൽ തിരിച്ചുള്ള പരിപാടികളല്ല, വേർതിരിവല്ല. തന്റെ മുമ്പിലേക്ക് ആവശ്യപ്പെട്ടു വന്നവർക്ക് അത് കൊടുക്കേണ്ട രൂപത്തിലും അതിന്റെ ക്രമത്തിലും അതിന്റെ ഭാവത്തിലും അവരെ ഭയപ്പെടുത്താതെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടുമൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, രാത്രിയാമങ്ങളെ വേഷപ്രചരണത്തിലൂടെ ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങള് മഹാനായ ഫാറൂഖാണ് അത് ചെയ്തിട്ടുണ്ട്. എങ്കിൽ വിശ്വാസികളെ, നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരാൾ വന്നാൽ നമ്മുടെ മനസ്സിന്റെ വികാരം എന്താ? അവിടെയാണ് നന്മകൾ മത്സരിക്കാനും പ്രതികാണിക്കാനും അതിലേക്ക് മുന്നോട്ട് വരാനും കഴിയുന്നത് ആർക്കാണ്? ഭയപ്പെട്ടവർക്കാണ്. ആ ഭയമാണ് അവിടെ കാണിച്ചത്. വിശ്വാസികളെ, ഈ ശക്തമായി ചുടഞ്ഞിരിക്കുന്ന നരകത്തെ കുറിച്ച് ഓർത്താൽ നന്മയിൽ മുന്നേറാനും തിന്മയിൽ നിന്ന് പുറകോട്ട് പോരാനും അടുക്കാതിരിക്കുവാനും സാധിക്കും. ആ നരകത്തെ ഓർത്ത് തന്റെ കണ്ണിൽ നിന്ന് കണ്ണിരുത്തിട്ടുണ്ടോ? ഉള്ളോ? അതിനാണ് തന്റെ കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല. അതിൽ പക്കത്തിന്റെ ഹർഷത്തില്ല. അള്ളാഹെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ്, ഒറ്റക്കിരുന്നുകൊണ്ട് കരഞ്ഞ കണ്ണ് നരകത്തിലേക്ക് പോകുന്ന വിശ്വാസികളെ, അള്ളാഹെ ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണ്, ആ രണ്ട് കണ്ണ് നരകത്തിലേക്ക് പോകില്ല പഠിപ്പിച്ചെങ്കിൽ അങ്ങനെ ഒറ്റക്കിരുന്ന് നമ്മുടെ വീടിന്റെ മൂലക്ക്, പകലിന്റെ മൂലക്ക് ആരാധനയില്ലാതെ ഒറ്റക്കിരുന്ന് കൊണ്ട് തന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് ചെയ്ത് നന്മ ഓർത്തുകൊണ്ട് നമ്മളോടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തും.
ഈ വിശുദ്ധ റമദാനിൽ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വിശ്വാസികളിൽ. നരകത്തിന്റെ ആഴത്തെ കുറിച്ച് കേട്ടവരാണ്, ചൂടിന്റെ കാലിനെ മനസ്സിലാക്കിയവരാണ്, പ്രവേശിക്കുന്നവന്റെ വലിപ്പത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ ജീവിക്കുകയുമല്ല മരിക്കുകയുമല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നാളെ പരലോകത്ത് ആ നരകക്കാരെങ്കിൽ ഈ ചൂടിന്റെ ആധിക്യത്തെയും പ്രയാസത്തെയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ എന്താ പകഞ്ഞു എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു, ഈ ചൂടുള്ള സമയത്ത് എന്തുകൊണ്ട് നോമ്പെടുക്കും ചോദിച്ചപ്പോൾ നാളെ പരലോകത്ത് കത്തിയാടിക്കൊണ്ടിരിക്കുന്ന ആ ചൂട് രക്ഷപ്പെടാനാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത്. നോമ്പിൽ അങ്ങനെ ഗുണമുണ്ട്. നോമ്പ് അങ്ങനെയാണ്. ആ റബ്ബിന്റെ കോടതിയിൽ കത്തിയാടിക്കൊണ്ടിരിക്കുന്ന നരകത്തെ തൊട്ട് രക്ഷ കിട്ടണം. അതിനുവേണ്ടി നോമ്പെടുക്കാൻ വിശ്വാസികളെ. ആ നോമ്പ്, ഈ കാണുന്ന നോമ്പ്, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പ്, ഈ ചൂടിലൂടെ കടന്നു പോകുമ്പോ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതാണ്. അതെ, ആ നരകത്തിന്റെ ആവിയാകുന്ന ആ ചൂടാണ് നമ്മൾ പങ്കുവെക്കുന്നെങ്കിൽ ആ നരകത്തിന്റെ ഭയാനകത എത്രമാത്രമായിരിക്കും വിശ്വാസികളെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ നാം മനസ്സിലാക്കണം, നിലനിർത്തേണ്ട ചില നന്മകളുണ്ട്. നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുക, സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം പഠനങ്ങളുടെ സംവിധാനങ്ങൾ കൃത്യമായി നിർവഹിക്കുക, രാത്രി നമസ്കാരം, താഴത്തെ നമസ്കാരം, അല്ലെങ്കിൽ ഒരു റക്അത്തെങ്കിലും നാം സജീവമാക്കുക, നല്ലവരുമായ കൂട്ടുകൾക്ക് കൂടുക, നല്ല സഹവാസം, അവരുമായി സ്ത്രീയായ നല്ല മേഖലകളിൽ ദാവ്വാരങ്ങളിൽ സജീവമാക്കുന്ന ഒരു സാന്നിധ്യം നാം ഉണ്ടാക്കിയെടുക്കുക. ഇസ്ലാമികമായ പുസ്തകങ്ങൾ വായന ഉണ്ടാവുക, സ്വതക്ക വർദ്ധിപ്പിക്കുക, പാമോദ പ്രാർത്ഥന ഉണ്ടാവുക, വിക്കുകൾ വർദ്ധിപ്പിക്കുക, തൗബയും ഇസ്തിഗ്ഫാറും നാം ധാരാളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുക. റമദാൻ കഴിഞ്ഞാൽ പള്ളികൾ കാലിയാവുമോ? പാടില്ല. അങ്ങനെയാണ് സലഫുകളായ ആളുകളോട് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞാലും റമദാൻ മാത്രം റമദാനെ കാണുന്ന ആൾക്കാരാണ് വരുന്നത്. അങ്ങനത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എന്താണ് അവർക്ക് റമദാൻ മാത്രമേ അർത്ഥമുള്ളൂ, റമദാന് ശേഷം അവർക്ക് അർത്ഥം ഇല്ല. അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മൾ ആകാൻ പറ്റുമോ? അതുകൊണ്ട് വിശ്വാസികളെ വർദ്ധിച്ച അനുഭവപ്പെടും. പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന് പലരും റമദാൻ സ്പെഷ്യലിസ്റ്റുകളായി മാറുന്നു. റമദാനിന്റെ കേവലം ആവേശമായി കണ്ടവരായി, ആചാരങ്ങൾ കണ്ടവരായി മാറുന്നു. ഇബാദത്തുൽ മരണം വരെ പ്രവാചക ധ്യാപനം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. തുറത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മളെ മരണം വരെ ഇബാദത്തുണ്ട്, അതുവരെയും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. ഒരു മുടക്കില്ലാതെ റമദാൻ കഴിഞ്ഞാലും ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളൊക്കെ റമദാൻ കഴിഞ്ഞാലുണ്ട്. ഈ വെള്ളിയാഴ്ചയില്ലേ, ഈ ജുമായില്ലേ, ഈ ഖുതുബകളില്ലേ, ജമാഅത്ത് നിസ്കാരമില്ലേ, സുന്നത്തായ നോമ്പുകളില്ലേ, സദഖയില്ലേ, സക്കാത്തില്ലേ, എല്ലാം ഉണ്ട്. തഹജ്ജുദ് നിസ്കാരമില്ലേ, തറാവീഹ് നിസ്കാരമില്ലേ, അതൊക്കെ അതിൻ്റെതായ ബഹുഭേദങ്ങളിലൂടെ കൃത്യമായി നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റ് സന്ദർഭങ്ങളിലും അത് തുറത്തിക്കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ തുറന്നുകൊണ്ടുപോകാൻ സാധിച്ചവർക്കാണ് റമദാൻ ഉപകാരപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികൾ ഈ റമദാൻ വരും കാലങ്ങളിലേക്ക് ഉപകാരപ്പെടുന്ന, ഉപയുക്തമാകുന്ന, നന്മകളാക്കി മാറ്റിക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിന്റെ ഭാഗത്ത് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ അതാണ് തുറത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതെങ്കിൽ അവർക്കാണ് റമദാൻ ഉപകാരപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉപകാരപ്പെട്ട രൂപത്തിലേക്ക് ഈ റമദാനെ നാം മാറ്റിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വ ലക്കും വസ്തഗ്ഫിറുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹി മുസ്ലിമൂൻ സാനിയത്തിൽ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധികളെ സൂക്ഷിക്കണം വിശ്വാസികളെ. പരിശുദ്ധ റമദാനിന്റെ വലിയ സമാപ്തിയാണല്ലോ ഈദുൽ ഫിത്ർ. ഈദുൽ ഫിത്ർ അതിന്റെ മര്യാദകളെ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. 1-2 ആഴ്ച മുമ്പേ നമസ്കാരത്തിന്റെ ടൈം നമ്മൾ ബോർഡ് കേൾപ്പിച്ചിട്ടുണ്ട്. റമദാൻ 29-ന് കണ്ടപ്പോൾ കണ്ടാൽ അടുത്ത ദിവസമാണ് നോമ്പിയ പെരുന്നാൾ ആഘോഷം. ഇല്ലെങ്കിലോ 30 പൂർത്തിയാക്കും. അതായത് 2024 ഏപ്രിൽ 9 ചൊവ്വാഴ്ച, അത് റമദാൻ 29 സൂര്യൻ അസ്തമിച്ച് 40 മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കും. കാണാൻ സാധ്യതയുണ്ട്. കണ്ടാൽ ഏപ്രിൽ 10 ബുധനാഴ്ച പെരുന്നാൾ. എന്നെ കണ്ടില്ലെങ്കിലോ നോമ്പ് പൂർത്തിയാക്കി 11-ന് ചെറിയ ആഘോഷം. നമ്മൾ മനസ്സിലാക്കുന്നത് മാസം കാണലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തക്കടികൾ ധാരാളമായി നമ്മൾ നിർവഹിക്കുക. മാസം കണ്ടത് മുതൽ പിന്നാസ്ഥാനം കഴിയുന്നതുവരെ നമ്മൾ കൂട്ടമായിട്ട് ഒന്നിച്ച് പള്ളിയിലേക്ക് വരുമ്പോഴും ഒക്കെ അത് കൂട്ടമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ കൂടി ഭക്ഷണം കഴിച്ച് ഇത് കാര്യത്തിലേക്ക് പോകണം. ചെറിയ അങ്ങനെയാണ്. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കണം. ഉള്ളത് പുതിയവസ്ത്രം ധരിക്കുക. വരവും പോകും വ്യത്യസ്ത വഴികളിലൂടെ ആവുക. പ്രവാചക സുന്നത്താണോ? ആ സുന്നത്ത് അങ്ങനത്തെ നമ്മൾ കാണും. ഇത് കാര്യം വന്നാൽ സുന്നസ്കാരമില്ല. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാം? ദുഹാ നമസ്കരിക്കാം. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കാം. ഇസ്ലാമിക വേഷം ശ്രദ്ധിക്കാം. അതാണ് ഞാൻ വലിയ വില എന്ന് പറഞ്ഞത്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം
ഈ പെരുന്നാൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലൻ അൻ റഅയ്യത്തിഹി. അത് മാത്രമേ പറയുള്ളൂ. ആണിന് ആണിന്റെ വസ്ത്രവും പെണ്ണിന് പെണ്ണിന്റെ വസ്ത്രവും. ഒന്നുകൂടി പറഞ്ഞാൽ മുഖവും മുൻകൈ വെച്ച് ബാക്കിയെല്ലാം പറയുന്ന രൂപത്തിൽ വേഷവിധാനമായിരിക്കണം നമ്മുടെ പെൺമക്കൾക്ക് ഉണ്ടായിരുന്നത്. അത് വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യതയും കടപ്പാടും മാതാപിതാക്കൾക്കുണ്ട്. ഓർക്ക് ഇഷ്ടപ്പെട്ടിരിക്കട്ടെ അല്ല, പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ നോട്ട് നോക്കുമ്പോൾ അത് പറയില്ല, വെറുതെ കൊണ്ടുപോയി കളഞ്ഞു കുറിച്ചു. ഏതുപോലെ ആ മക്കളുണ്ടായിരുന്ന പ്രാന്തി പെണ്ണിനെ പോലും അവൻ പാടില്ല. അത് ശക്തമായ മൂലക്കങ്ങനെ വളഞ്ഞെടുത്ത് നെയ്തുണ്ടാക്കി അവസാനം എതിർകളായിട്ട് അഴിച്ചഴിച്ച് മാറ്റുന്ന ആ ഒരു പ്രാന്തി പെണ്ണിനെ പോലെ നമ്മൾ കാണിക്കാൻ പാടില്ല. അതാണ് അവസാനം കാണിക്കാൻ കൂടുതലും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് വല്ല അർത്ഥമുണ്ടോ? എല്ലാ അനർത്ഥം സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് ഏത് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുന്നത് മാതാപിതാക്കൾ തന്നെ, ഞാൻ സംശയമില്ല. അവർ പ്രായബന്ധത്തിന് നമ്മളാണ് ചെയ്യേണ്ടത്. ഞാൻ അപ്പോൾ കടന്നാലും ചൂണ്ടിക്കാണിക്കണം, മോനെ വസ്ത്രം നെയ്യാണെങ്കിൽ താഴെയാണ്, മോളിന്റെ മുഖം മറച്ചിട്ടില്ല, അതിന്റെ കൈ മറച്ചിട്ടില്ല, നിന്റെ മുഖം തുറന്നു വെച്ചാൽ പോലും ബാക്കിയുള്ള മുഖേന കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ വേഷവിധാനമാണ് ഞങ്ങൾക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ ആൾ പാടില്ല, അതായിക്കൂടാ. അതങ്ങനെ ചെയ്തു പോയല്ലോ നമ്മൾ 30 മുമ്പോട്ട് വെറുതെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് വിശ്വാസികളെ കുല്ലുക്കും റായിൻ ഭരണാധികാരികളാണ്. വീടിലുള്ള ഭാര്യയോട് മക്കളോട് ചോദിക്കപ്പെടും, അവരോട് ചോദിക്കുന്നവരോട്. അതുകൊണ്ട് ഗൗരവമാണ് നോമ്പിനെ പിന്നെ എന്താ പറയാ തകർത്ത് കളയുന്ന അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ വേഷധാരണത്തിൽ പറഞ്ഞു ആത്മകാരികൾക്കും അതിന് നന്മയിൽ പങ്കുചേരാം. അതെ, ഇത് കാര്യമാണെങ്കിൽ അവരെല്ലാവരും വരട്ടെ. ആ മഹലിലെ മുഴുവൻ സഹോദരിമാരും എല്ലാവരും പങ്കെടുക്കട്ടെ. അവർ നമസ്കാരത്തിന് വിട്ടുനിൽക്കണം മാത്രം, കുടുംബം ശ്രദ്ധിക്കാം, കാര്യങ്ങൾക്ക് പങ്കെടുക്കാം. അതേപോലെ സ്വതക്ക പ്രവാചകൻ ശ്രദ്ധാശ്രമ പലപ്പോഴും ഇവിടെ സംഭാവനകൾ വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്ത് വളരെ കുറവാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ആ കുട്ടികൾ വളരെ കുറവാണ്ടാവാറ്. സ്വതക്കന്റെ മഹത്വം സ്ത്രീകൾ വളരെ അറിയാതെ പോലുണ്ട്. പ്രവാചകൻ ശ്രദ്ധാശ്രമ ഏത് കാര്യത്തെ സന്ദർഭത്തിൽ സ്ത്രീകളുടെ ഭാഗത്ത് പെരുമാറ്റിയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധ ചെയ്യണം, നിങ്ങൾ നരകത്തിൽ കൂടുതൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലക്ഷ്യമേടാൻ സ്വതക്ക വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ. അതുകൊണ്ട് ഏത് കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഇങ്ങനെ സമയങ്ങളൊക്കെ സ്ത്രീകൾ കയ്യെന്തെങ്കിലും വെക്കാം. ഭർത്താക്കന്മാർ കൊണ്ട് ഓരോ കബറിലേക്ക് ഓരോ കൊണ്ടുപോയി നമ്മുടെ കബറിലേക്ക് നമ്മളാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കബറിലേക്ക് നമ്മുടെ കുഴിയിലേക്ക് നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അത് ഒരു ചെയ്യണം. പാട്ട് കൊടുത്തിട്ടുണ്ട്, മകൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ കൊടുത്തിട്ടുണ്ട്, ഭർത്താവ് കൊടുത്തിട്ടുണ്ട്, അത് ന്യായമല്ല. പിന്നെ അവരവന്റെ കബറിലേക്ക് പോകണം, നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആ ദിവസം സ്വതക്ക ചെയ്യാൻ ധാരാളമായി ചെയ്യണമെന്നാവണം. അതാണ് സഹായിക്കുമാറാകണം. വിശ്വാസികളെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറാൻ ഈ സമയത്ത് കൊടുത്ത് ഗുണപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹിതസക്കാത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവത്തെ നാം സാരമായി കണ്ടുകൂടാ. നേരത്തെ സൂചിപ്പിച്ചതാണ്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സക്കാത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു, അതും അതിന്റെ ഗൗരവത്തെ നാം ഗൗരവപ്പെടുത്തുക. ഇങ്ങനെ ഈ വിശുദ്ധ റമദാൻ അവസാനിക്കുമ്പോൾ റമദാൻ കൂടെ വിട പറയുന്നത് നമ്മളാണ്. റമദാൻ വിട പറയുന്നത് നമ്മളാണ്. റമദാൻ വിട പറയുന്നത്. അങ്ങനെ വിട പറയുമ്പോ ആ വിട പറയുന്ന കോളേജിന് നമ്മുടെ മനസ്സിലേക്ക് ജാഗ്രതയും കടന്നു വരുമ്പോ ഒരു സമാധാനത്തിന്റെ കുലിട്ട് അല്ലാഹുവേ ഈ വിശുദ്ധ റമദാൻ ഒരുപാട് തവണ പാരായണം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു പറയാൻ, ഇസ്തിഗ്ഫാർ അവസരം ഉണ്ടായിട്ട് പറയാൻ, സ്വതക്ക ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പറയാൻ, ഒരുപാട് കർമ്മങ്ങൾ വായിക്കൊണ്ട് മുന്നേറാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു പറയാൻ. ഒന്ന് തുറന്നു വെച്ച് നോക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാവാൻ അങ്ങനെയുള്ള പ്രവർത്തനമായിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. വരും ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ നേരത്തെ ചുമ്മാക്കെത്താൻ നാം ശ്രമിക്കുക. അത് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ചെയ്ത ദിവസം അതിനെ ഗൗരവക്കാതെ പോകുന്നത് ആ അല്ലാഹുവോട് കാണിക്കുന്ന ഏറ്റവും നന്ദികളാണ് കേട്ടോ. അല്ലാഹുവോട് കാണിക്കുന്ന ഏറ്റവും നന്ദികളാ. ആയത്തന്നെ അങ്ങനെയാണ്. എപ്പോഴും ആ ദിക്റിലേക്ക് വേഗത്തിൽ വരാനാണ്. അതുകൊണ്ട് വിശ്വാസികളെ ആ ഒരു കാര്യം കൂടി ഈ റമദാനിലൂടെ പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നേറാൻ സാധിക്കണം. ഏതാനും ദിവസം കണ്ടിട്ടുണ്ട്, ഇനി 27 ആവുണ്ട്, ഒരു 29 ഉണ്ട്. കുഴപ്പമില്ല, ഏതാനും മണിക്കൂറിനാലും കുഴപ്പമില്ല. ആ അന്യത്തോട് വന്നിരിക്കാം, തന്റെ റബ്ബിനോട് സമർപ്പിക്കാനുള്ള ഏറ്റവും നല്ല
നിമിഷങ്ങളാണ് മനസ്സിലാക്കുക. അനർഥ നിമിഷങ്ങളാണ്. വിട്ടുപോകാത്ത സാധിച്ചാൽ അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. അവർ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമസ്കാരത്തിന്റെ സമയം ഞാൻ സൂചിപ്പിച്ചു. നമസ്കാരത്തിന്റെ സമയം 7 മണിയാണ്. എല്ലാവരും ഗൗരവമായി കാണുക. ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കൂടാ. വിശ്വാസി കൃത്യനിഷ്ഠയുള്ളവനാണ്. അത് ആർക്കേ കഴിയുള്ളൂ? ജമാഅത്തിൽ പങ്കെടുക്കുന്നവർക്ക് കഴിയുള്ളൂ. ജമാഅത്ത് നമസ്കാരം പങ്കെടുക്കുന്നവർക്ക് കഴിയുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ഗൗരവമായി ശ്രദ്ധിക്കുക. സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തി ആ കാര്യങ്ങൾ ഗൗരവം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിന്റെ ഈ ദിനങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്ന ഈ വേളയിൽ അല്ലാഹു നമുക്ക് നൽകിയ അവസരങ്ങളെ വിശുദ്ധ പർവ്വതത്തിൽ കുറ്റത്തുണ്ടക്ക ഔ അലൈക ഒന്നിനും നിനക്കെതിരായിക്കൊണ്ടെങ്കിൽ അനുകൂലമായിരിക്കാം. ഏത് നിലക്കാണെങ്കിലും ശരി അത് നേടിയെടുക്കാൻ വേണ്ടി നാം ആ ഖുർആൻ അനുകൂലമാക്കുന്ന ആളുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അതേപോലെ വിശുദ്ധ ഖുർആൻ നാളെ പർവ്വതത്തിൽ സാക്ഷി ലഭിക്കുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലൂടെ നാം ഇതുവരെ ചെയ്ത മുഴുവൻ അമലുകളും അവന്റെ അടുക്കൽ സ്വീകാര്യമായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ഒരുപാട് സംക്രമണമായി മുന്നേറിയവരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മെ വിളപറഞ്ഞവരുണ്ട്, മാഫത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായിട്ടുള്ളവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. കടങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട്, ആശ്വാസം നൽകുമാറാകട്ടെ. ഒരുപാട് വാളുകളുടെ വസിയത്ത് നൽകിയവരുണ്ട്, അല്ലാഹുവിന്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും കച്ചവടത്തിലുമെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഈ വിരുന്നുകാരൻ കടന്നു പോകുമ്പോൾ നമ്മോട് വിള പറയുമ്പോൾ, നമ്മൾ അതിനോട് വിള പറയുമ്പോൾ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാക്കി മാറ്റിയെടുത്ത് അതിലൂടെ ആ സ്വർഗീയമായ കല്യാണ സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാസൗഭാഗ്യന്മാർ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخوان المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. اللهم انصر إخوان المسلمين في فلسطين. اللهم أنزل المتضررين من المؤمنين في غزة. اللهم انصر الكتاب ومجري السحاب وحاسم الأحزاب اهزمهم وانصرنا عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وزكواتنا وتلاوتنا وجميع أعمالنا يا أرحم الراحمين. وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد وعلى آله